ഹാസൻ എംപിയും എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക അതിക്രമങ്ങൾ ബി.ജെ.പി നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നെന്ന വെളിപ്പെടുത്തലിൽ വെട്ടിലായി ബി.ജെ.പി. വിവാദ അശ്ലീല വീഡിയോകളടങ്ങുന്ന പെൻഡ്രൈവ് ബി.ജെ.പി നേതാവ് ദേവരാജ ഗൌഡയ്ക്ക് കൈമാറിയിരുന്നുവെന്ന് പ്രജ്വലിന്റെ ഡ്രൈവർ കാർത്തിക്കാണ് വെളിപ്പെടുത്തിയത്. പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെയെന്ന വിമർശനവും ശക്തമാവുകയാണ്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിജിത്ത് കൂടി ചേരുന്നുണ്ട്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ അടുത്തിടെ വിവാദമായ ഹാസൻ എംപിയും എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക അതിക്രമ കേസിൽ പുതിയ വഴിത്തിരിവ് കൂടെ വന്നിരിക്കുകയാണ്. പ്രജ്വൽ രേവണ്ണയുടെ ഡ്രൈവർ കാർത്തിക് ബി.ജെ.പി നേതാവ് ദേവരാജ ഗൌഡയ്ക്ക് പെൻഡ്രൈവ് അതായത് ബി.ജെ.പി നേതാവിന് പ്രജ്വൽ രേവണ്ണയുടെ ഡ്രൈവറാണ് പെൻഡ്രൈവ് അതായത് വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് കൈമാറിയതെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ രീതിയിൽ ബി.ജെ.പി തന്നെ വെട്ടിലാകുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ടാവുകയാണ് അല്ലേ അഭിജിത്ത്? അതെ, തീർച്ചയായും. പ്രജ്വൽ ഇപ്പോൾ ജർമ്മനിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുമ്പോൾ ബി.ജെ.പി നേതൃത്വത്തിൻ്റെ പങ്ക് അല്ലെങ്കിൽ ബി.ജെ.പി നേതൃത്വത്തിൻ്റെ ഒത്താശയോടെയാണ് പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നു പോയിട്ടുള്ളത് എന്ന് നമുക്ക് കൂടുതൽ ശക്തമായി വിമർശിക്കേണ്ടി വരും. വിനിഷ. ശരി, അഭിജിത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയരുന്ന പരാതികളും കേസുകളും ഒട്ടും ചെറുതല്ല. 3000-ലധികം അശ്ലീല വീഡിയോകളാണ് പ്രജ്വൽ രേവണ്ണയുടെ ഫോണിൽ നിന്ന് തന്നെ കണ്ടെത്തിയത്. സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം അവരുടെ വീഡിയോകൾ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയായിരുന്നു പ്രജ്വൽ രേവണ്ണയ്ക്ക്. ആ പ്രജ്വൽ രേവണ്ണയാണ് തനിക്ക് പാർലമെന്റിൽ വേണമെന്ന് ഹാസനിൽ പോയി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത്. പ്രജ്വൽ രേവണ്ണയ്ക്ക് ജർമ്മനിയിലേക്ക് വോട്ടിങ്ങിന് ശേഷം വീട്ടിൽ പോലും മടങ്ങിയെത്താതെ നേരെ സ്വകാര്യ വിമാനത്തിൽ ജർമ്മനിയിലേക്ക് കടന്നു കളയുകയായിരുന്നു പ്രജ്വൽ രേവണ്ണ. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി 24 മണിക്കൂറിനകം നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസിൽ 7 ദിവസത്തെ സമയം പ്രജ്വൽ രേവണ്ണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ബി.ജെ.പിയുടെ ഒത്താശയോടെ അല്ലാതെ ജർമ്മനിയിലേക്ക് കടക്കാനാകില്ല എന്ന വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്.